ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഭഗവത്ഗീത 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം. ഭഗവാൻ അർജുനോട് പറയുകയാണ്, അല്ലയോ പാർത്ഥ, സദാസമയം എന്നെ ചിന്തിച്ചുകൊണ്ട് എന്നിലേക്ക് എത്തിച്ചേർന്ന ഒരു യോഗിക്ക് എങ്ങനെയാണ് എന്നെ പൂർണ്ണമായും അറിയാൻ സാധിക്കുക എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അനേകായിരം മനുഷ്യരിൽ ഒരാൾ മാത്രമാണ് സ്വന്തം പരമാത്മാവിനെ അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുന്ന 1000 പേരിൽ ഒരാൾക്ക് മാത്രമേ എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പ്രപഞ്ചരൂപത്തിൽ പ്രത്യക്ഷമായ എൻ്റെ പ്രകൃതിയെ 8ആയി തിരിച്ചിരിക്കുന്നു. ഭൂമി, അഗ്നി, വായു, ജലം, അന്തരീക്ഷം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതെൻ്റെ അപരാപ്രകൃതിയാണ്. ഇതിൽ നിന്നും ഭിന്നമായ എൻ്റെ പരപ്രകൃതിയാണ് ജീവൻ. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനവും ജീവൻ തന്നെയാണ്. എൻ്റെ ഈ അപരാ പ്രകൃതികൾ ചേരുന്നതാണ് സർവ്വഭൂതങ്ങളും. അതായത് ഈ ജഗത്തിൻ്റെ, ഈ സകല ജഗത്തിൻ്റെയും ഉത്ഭവവും ഞാൻ തന്നെയാണ്, ലക്ഷ്യവും ഞാൻ തന്നെയാണ്. അല്ലയോ അർജുന, എന്നിൽ നിന്നും അന്യമായതൊന്നും തന്നെയില്ല. ഒരു ചരടിൽ മുത്തുമണികൾ കോർക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളും എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരുടെ പ്രഭയും അഗ്നിയുടെ വെളിച്ചവും എന്തിനേറെ സകല വേദങ്ങളുടെ പ്രണവവും ഞാൻ തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ മായയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ആരൊക്കെയാണോ ഈ മായയെ ധരണം ചെയ്ത് എന്നിലേക്ക് എത്തുന്നത് അവർ എനിക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. അല്ലാത്ത മനുഷ്യർ അവർ അവരുടെ തന്നെ പ്രകൃതിക്ക് അനുസരിച്ച് ഒരു ദേവനെയോ ദേവതയോ തിരഞ്ഞെടുക്കുന്നു. അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ആ ദേവനെ ഭജിക്കുന്നു. അവർ എല്ലാ രീതിയിലും അവർ ശരിക്കും ആ ദേവനെ വിശ്വസിച്ച് അർച്ചന കഴിച്ച് അവരുടെ ആഗ്രഹത്തിനായി കാത്തിരിക്കുന്നു, ആഗ്രഹം പൂർത്തീകരിക്കാനായി കാത്തിരിക്കുന്നു. അവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല, അവരുടെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതും ആ ദേവനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ ദേവന്റെ നാഥനായ ആത്മസ്വരൂപനായ ഞാനാണ് അവർക്ക് വരദാനം കൊടുക്കുന്നതെന്ന് അവരറിയുന്നില്ല. അവർക്ക് കിട്ടിയ വരദാനം അല്പബുദ്ധികളായി അവർ മനസ്സിലാക്കുന്നില്ല, അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ എന്ന്. പക്ഷെ പരമാത്മാവായി എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ ഭജിക്കുന്നവർക്ക് മോക്ഷമാണ് ലഭിക്കുന്നത്. അത് നശ്വരമാണ്. ഒരു യോഗി, അതായത് ഭഗവാനെ മനസ്സിലാക്കിയ ഒരാൾക്ക് കാണുന്നതെല്ലാം വാസുദേവനാണ്. അല്ലാത്ത മൂഢരായ മനുഷ്യർക്ക് ഒരിക്കലും എന്നെ തിരിച്ചറിയാനോ എന്നെ കാണാനോ സാധിക്കില്ല. നമ്മൾ വിചാരിക്കും, പണ്ടത്തെ കാലത്തൊക്കെ പറയും ഭഗവാനെ കാണാൻ സാധിച്ചു, ഭഗവാൻ പ്രത്യക്ഷനായി. ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, എനിക്കും അനുഭവമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭഗവാനെ തിരിച്ചറിഞ്ഞ് അത്രയും ആത്മസമർപ്പണം നടത്തിയാൽ ഉറപ്പായും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. അർജുനന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് വെച്ചാൽ ഭഗവാൻ നേരിട്ടാണ് അർജുനന് ഉപദേശം നൽകുന്നത്. അതേ ഭാഗ്യം നമുക്കും കിട്ടിയിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും അർജുനന് മാത്രമായിട്ട് കൊടുക്കുന്ന ഉപദേശമല്ല ഭഗവത്ഗീത. അതിനുശേഷം നമ്മൾ മനുഷ്യർക്കും അത് നമ്മളുടെ ജീവിതത്തിൽ പാഠമാക്കാൻ സാധിക്കും. അത് ഭഗവത്ഗീത രൂപത്തിൽ നമ്മളുടെ മുൻപിൽ കിട്ടിയിട്ടും നമ്മളത് തിരിച്ചറിയാതിരുന്നാൽ അത് നമ്മളുടെ മൂഢത്വമാണ്. എല്ലാം കൃഷ്ണനാണെന്ന് എന്ന് തിരിച്ചറിയുന്നോ അന്ന് നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. സർവം കൃഷ്ണാർപ്പണമസ്തു.